ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഈ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കിയാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ. ഈമാന്റെ കമാലിയത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ വലുതാകലാകുന്നു. ഈമാനിൽ നുഖ്സാനിയത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ ചെറുതാകലാകുന്നു. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിശോധിച്ചു നോക്കി. ബിദ്അത്ത്, മുനാഫിഖ്, ഫിസ്ഖ്, പിന്നെ യുക്തിവാദം, നിരീശ്വരവാദം, സർവവാദ സത്യവാദം എല്ലാം പരിശോധിച്ചോളി. അതിലൊക്കെ ഉള്ളത് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാവലാണ്. അതിലൊക്കെ അതാണ് ഉണ്ടാകുക. അതുകൊണ്ട് മോമിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് ബറക്കത്ത് കൂടുതലായിരിക്കും. സഹാബത്തിനുണ്ടായത് അതാണ് റളിയല്ലാഹു അൻഹു. അവർക്ക് ഓരോ ബറക്കത്തിന്റെ കാരണം അതാണ്. വലിയ ബറക്കത്താണ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഏത് വിഷയവും നബിതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അപ്പോൾ അതിൽ വിജയമുണ്ടാകും, അല്ലെങ്കിൽ പരാജയമുണ്ടാകും. എന്ത് വിഷയത്തിലും ബറക്കത്തുണ്ട് എന്നാണ്. ബുദ്ധിയിൽ ബറക്കത്തുണ്ട്, ബുദ്ധിയിൽ ബറക്കത്തുണ്ട്. ചില ആൾക്കാർക്ക് വലിയ ബുദ്ധിക്കാരം, ബുദ്ധി കൂടി 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 പിന്നെ അവസാനം എല്ലാം അതും ഒന്ന് തന്നെയാണ് എന്ന് പറയും. ബുദ്ധി കൂടിയിട്ട് വലിയ ചിന്തകനേക്കാരം അവസാനം പറയുന്നത് എല്ലാം അതും ഒന്ന് തന്നെയായിരുന്നു. എല്ലാതും പുഴയിലേക്ക്, വലിയ പുഴയിലേക്ക് ചെന്ന് ചേരുന്ന ചെറിയ കൈത്തോടുകളാകുന്നു. ഒന്നല്ല. സൗഹാർദ്ദം വേണം, അക്രമം ഉണ്ടാക്കാൻ പാടില്ല. അതിന് എല്ലാം മതം ഒന്നാവണമെന്നൊന്നുമില്ല. ഓരോ മതം ഓരോന്നായി എഴുതിയിട്ട് സൗഹാർദ്ദത്തിനെതിരൊന്നും ആവില്ലത്. എല്ലാ മതം ഒന്നൊന്നല്ല. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അതാണ് ശരിയും. അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാം ദീനാണ്. അത് എഴുതിയിട്ട് വേറുള്ളവരോട് തല്ലുണ്ടാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയൊട്ട് അർത്ഥമില്ല. അപ്പൊ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നത് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖൽബിന്റെ ബന്ധം ഉണ്ടായിരിക്കണം. എല്ലാറ്റിന്റെയും ബറക്കത്ത് അത് തന്നെയാണ്. ബുദ്ധിയുടെയും ബറക്കത്ത് അതാണ്. ബുദ്ധി ഏറ്റവും കൂടുതൽ നബിതങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തുണ്ടാവും. ബുദ്ധിയുടെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ ബുദ്ധിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും, ലഹരി ഉപയോഗിച്ചാൽ. പരിശുദ്ധ ഖുർആൻ അത് വളരെ മോശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ചൂതാട്ടവും മദ്യപാനവും പലിശയുമെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, അത് മ്ലേച്ഛമായതും പൈശാചികമായ പ്രവർത്തനവുമാകുന്നു. ലഹരി ഉപയോഗിക്കുക എന്നത് മോശം. തമാശക്ക് പോലും ഉപയോഗിക്കരുത് എന്നാണ്. ഇന്ന് ലഹരിയുടെ ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ബുദ്ധിയെ മരയിപ്പിക്കുന്നത്. കള്ളുടിയനോട് ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ്. ഒരു കള്ളുടിയനെ ഓന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി കല്യാണാലോചന നടത്തുമ്പോൾ ആരെങ്കിലും പറഞ്ഞേക്കും എന്ത്, ചെക്കന് കുടി ഉണ്ടോന്ന് അന്വേഷിച്ചു കൊണ്ടുപോകും. ഓൻ കുടിയനാണ്. എന്നാലും എന്താ കാരണം? കള്ളുടിയനോട് ഇഷ്ടമല്ല. തന്നെ മദ്യപാനിക്ക് മദ്യപാനിയോട് ഇഷ്ടമുണ്ടായിരിക്കില്ല. അത് ബുദ്ധിയെ മരയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തമാശക്ക് പോലും മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. മനുഷ്യനെ അത് പരാജയപ്പെടുത്തുന്നതാണ്. നിങ്ങളാരും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങൾ ഇടയിലെ ഏകോദര സഹോദരന്മാരാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദ ദന്നി ഇസ്മൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും വലാ നിസാഉം നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസൂ അൻഫുസകും. നിങ്ങൾ ആരും സ്വന്തം ശരീരത്തെ ആക്രമിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കൽ. ചെയ്യാൻ പാടില്ല. അവന്റെ ബുദ്ധി പണയപ്പെടും. അവന്റെ ബുദ്ധി വേറെ ആരെങ്കിലും അമ്മയുടെ ഒട്ടാവും. അതിന് ശരിയായ രൂപത്തിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ബുദ്ധിയെ തകരാറിലാക്കും.
മദ്യപാനിയെ സമൂഹം ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു ഇഷ്ടമില്ല, നബിക്ക് ഇഷ്ടമില്ല. ഓന്റെ ഉമ്മാക്കോ അവനോട് ഇഷ്ടമുണ്ടാവില്ല, ഓന്റെ വാപ്പാക്കോ അവനോട് ഇഷ്ടമുണ്ടാവില്ല. കള്ളുടിയനോട് ഏത് വാപ്പയെ കള്ളുടിയനെ ഇഷ്ടപ്പെടാം, ഏത് ഉമ്മയെ കള്ളുടിയനെ ഇഷ്ടപ്പെടാം? മദ്യപാനിയെ ആർക്കും ഇഷ്ടമില്ല, ഓനെന്നെ ഓനോട് ഇഷ്ടമില്ല. അതുകൊണ്ട് തമാശക്ക് പോലും കമ്പനിക്ക് പോലും ഉപയോഗിക്കരുത്. ലഹരി അത് പൈശാചികമായതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിൻ്റെ അടിമയാവും. ശൈത്താനിയായ കാര്യങ്ങളൊക്കെ പ്രത്യേകതയാണ്. പൂരത്തിന് ഒരുക്കം പോയാൽ പിന്നെ എപ്പോഴും പോകാൻ തോന്നും. വെള്ളിയാഴ്ച ഒരുക്കം വന്നു വെച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ച വരാൻ തോന്നൂല. ശൈത്താനിയായ കാര്യത്തിന്റെ രസം വേഗം കിട്ടുമെന്ന്. പൈശാചികമായ പ്രവർത്തനങ്ങളുടെ രസം വേഗത്തിൽ കിട്ടും. പൂരത്തിന് ഒരുക്കം പോയാൽ പിന്നെ എല്ലാ പൂരത്തിനും പോകാൻ തോന്നും. ഇല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിനെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയെങ്കിലും ഒന്നൊന്ന് ഉറക്കം വരുള്ളൂ. അതാണ് അയ്യപ്പന്മാർക്കിന് ഒരുക്കം പോയാൽ എല്ലാ കൊല്ലം പോകാൻ തോന്നുന്നേ. കള്ള് ഒരുക്കം കുടിച്ചാൽ പിന്നെ എപ്പോഴും കുടിക്കാൻ തോന്നുന്നേ. എന്നാല് സാലിം വയസ്സിന്റെ ക്ലാസ് ഉണ്ടോന്ന് പോയി വെക്കാന്ന് എഴുതിയിട്ട് ഒരുക്കം വന്നു എന്ന് എഴുതിയിട്ട് നാളെ ഒരു സ്നൂറിന് വരാൻ തോന്നിക്കോളണമെന്നൊന്നുമില്ല. ഇലാഹിയായ പ്രവർത്തനങ്ങളുടെ രസം സാവകാശം കിട്ടുള്ളൂ, ശൈത്താനിയായ പ്രവർത്തനങ്ങളുടെ രസം വേഗത്തിൽ കിട്ടും. അതുകൊണ്ട് തമാശക്കും പറ്റൂല, കമ്പനിക്കും പറ്റൂല, ഒരുക്കൊന്ന് ഉപയോഗിച്ചു നോക്കുക എന്ന് തീരുമാനിക്കാനും പറ്റൂല. തന്നെ ബുദ്ധിയുടെ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. എല്ലാ കാര്യവും നമ്മൾ ബറക്കത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ബറക്കത്ത് വളരെ പ്രധാനമാണ്. ബറക്കത്തിനുള്ള ദുആണ് ഖുനൂത്ത്. اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബറക്കത്ത് ചെയ്യണമേ. തോനെ തരണേന്നല്ല, തന്നതിൽ ബറക്കത്ത് ചെയ്യണേന്നാണ്. കുറെ ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഉള്ളതിൽ ബറക്കത്ത് ഉണ്ടായിട്ടേ കാര്യമുള്ള. കാര്യമില്ല, ഉള്ളയിലെ ബറക്കത്ത് വേണം. ഭക്ഷണത്തിലെ ബറക്കത്ത് ആദ്യത്തിലും അവസാനത്തിലുമാകുന്നു എന്നാണ്. ഭക്ഷണത്തിലെ ബറക്കത്ത് ആദ്യത്തിലും അവസാനത്തിലും. അതുകൊണ്ടാണ് നമ്മൾ ചോറ് വയ്ക്കുമ്പോ ആദ്യം കോരുന്നത് നമ്മളെ പാത്രത്തിൽ കിടണം എന്ന് പറയുന്നതിന്റെ കാരണം. അതിന്റെ ആദ്യത്തിൽ ബറക്കത്തുണ്ട്. ബറക്കത്ത് വേറൊരാൾക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല. നമുക്ക് കിട്ടിയ മതിയേറ്റു വേണ്ട വരണം കൊടുക്കാൻ. ബറക്കത്ത് ഒരാൾക്ക് മതിയാവൂല, കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല. അതിനെ അതുകൊണ്ട് ആദ്യം കോരുന്നത് അവനാലേക്ക് കിടണം. വെച്ച് നിറച്ച് കോരിങ്ങാണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കോളിന്ന് പറഞ്ഞല്ല കേട്ടോ. ലേശം ഒരു ബർക്കത്തിന് ആദ്യം അവനയിലേക്ക് ഇട്ടിട്ട് പിന്നെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുക എന്നാണ്. അതാണ് അവൻ്റെ ഉദ്ദേശം. ആദ്യത്തിലും അവസാനത്തിലും. അവസാനത്തെ വറ്റെടുക്കുന്ന ആൾ നമ്മൾ തന്നെ ആകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ആദ്യത്തിലും അവസാനത്തിലുമാണ് ഭക്ഷണത്തിലെ ബറക്കത്തുള്ളത്. ആദ്യത്തെ നമ്മൾ കോരിങ്ങാണ്ട് പുറത്തേക്കിടും, അവസാനത്തെ അവിടെ ഇട്ടുകാണ്ട് നീച്ചും പോരും. ഇല്ലേ, തിന്നിനോടത്തോളം ഭക്ഷണത്തെ നമുക്ക് എതിരാണ്. അതിനൊക്കെ വിലങ്ങിന് കുത്തുകയാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അത് പറ്റൂല, അത് പറ്റൂല, കരിച്ചത് വേണ്ട, പൊരിച്ചത് വേണ്ട, മധുരം വേണ്ട, ഉപ്പ് വേണ്ട, ഒന്നും വേണ്ട, ഒന്നും പറ്റൂല. അല്ലേ, ബറക്കത്തില്ല സാധനം തോന്നുണ്ടായിട്ടൊരു കാര്യമില്ല, തിന്നാൻ പറ്റൂല. ഗോഡൗണ് നിറയെ അരി ഉണ്ടായി ഒരാൾക്ക്, അരിക്കച്ചവടാണ്. തിന്നാളെ തോപ്പിക്കില്ലെങ്കിൽ ചങ്കു കൂടെ കീബോട്ടിൽ പോകില്ലല്ലോ, കോയലിട്ടുണ്ടാവും. അതിൽക്കൂടെ ജ്യൂസ് ചെയ്തിട്ടുള്ളൂ, സാധനം വരില്ല. എന്റെ കാര്യം തിന്നാളെ തോപ്പിക്കില്ല, ബറക്കത്താണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും ബറക്കത്തിന് വേണ്ടി വരക്കണം. ബറക്കത്തിന്റെ ദ്വയാണ് ഖുനൂത്ത്. അതിന് നേരത്തെ തിരിച്ചണ്ടേ, രാവിലെ നേരത്തെ ഈശ്വരനെ ബറക്കത്തുണ്ടാവുള്ളൂ, അല്ലാത്തുണ്ടാവില്ല. കല്യാണത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ്. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി 1 മണിക്കും 1:30 മണിക്കും 2 മണിക്കും വരുന്ന വിരുന്നുകാർ തിരക്കാരെ വരുന്നതിനായിട്ടില്ല. അവസാനം സുബീന്റെ മുമ്പ് ഒന്ന് കണ്ണിപ്പട്ടേതിൽ കിടക്കും. പാൻ കൊടുത്തത് അറിഞ്ഞില്ല. പിന്നെ അവസാനം വെയിൽ ഇങ്ങനെ ബാക്കിൽ തട്ടിയപ്പോഴാണ് കണ്ണിച്ചത്. സുബീ പോയി. ഒരു കുടുംബത്തെ മൊത്തം കൊളാക്കാൻ വേണ്ടി ചെയ്താൻ ആകെ ഈ ഒരു വഴി എടുത്താൽ മതി. നിക്കായിന്റെ അന്ന് പെണ്ണിന്റെയും ചെക്കന്റെയും വാപ്പാന്റെയും സുബി എടുത്താലും ആകെ ആ ഒരു പണി മതി. പിന്നെ മുമ്പേക്ക് വേറെ പണിയില്ല. കയ്യെട്ടിയാണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ പാരമ്പ കയറ്റി നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഒന്നും നേരാവുന്നത് ഞമ്മക്കൊന്ന് കാണണ്ടല്ലോ എന്നാണ്. തുതിക്കാനും വേണ്ടി അന്ന് നിക്കായിന്റെ അന്നത്തെ നേരാവുക. അതുകൊണ്ട് ഖുനൂത്ത് എന്ന് പറയുന്നത് ബറക്കത്തിനുള്ള ദുആയാണ്.
തോനെ കിട്ടാനുള്ള ദ്വയല്ല, ബറക്കത്തിനുള്ള ദ്വയ. തോനെ കിട്ടല്ല വേണ്ടത്, ഉള്ളിൽ ബറക്കത്ത് ഉണ്ടാകാനാണ് വേണ്ടത്. അതുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മള് ബറക്കത്തിന് വേണ്ടി പരിശ്രമിക്കണം. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത ഉണ്ടാവണം. ചില കാര്യങ്ങൾ ബറക്കത്ത് നഷ്ടപ്പെടുത്തും. മോശപ്പെട്ട വർത്തമാനം പറഞ്ഞാൽ സംസാരത്തിന്റെ ബറക്കത്ത് പോകുമെന്നാണ്. അരക്കെന്ന് കീഴ്പ്പെട്ടുള്ളത് പറഞ്ഞാല് വർത്താനത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ചില ആൾക്കാർ അങ്ങനെയൊക്കെ തൊള്ള പറഞ്ഞാൽ അരക്കെന്ന് കീഴ്പ്പെട്ടുള്ളതേ പറയുള്ളൂ. ഏറ്റവും കൂടുതൽ വിനയം ഉണ്ടാവേണ്ട വിഭാഗമാണ് ഡ്രൈവർമാര്. കാരണം മനുഷ്യന്മാരെ ജീവൻ കൊണ്ടാണ് ഒരു കളിക്കുന്നത്. തൊള്ളയെ കൂടി വന്നാൽ അരക്കെന്ന് കീഴ്പ്പെട്ടുള്ള സാധനത്തിന്റെ പേരെ വരുള്ളൂ. എല്ലാരും അല്ല കേട്ടോ, എല്ലാരും അല്ല, ചില ഡ്രൈവർമാർ. ഏറ്റവും കൂടുതൽ വിനയം ഒരുക്കാൻ വേണ്ടത്. കാരണം എന്തേ? മനുഷ്യന്മാരെ ജീവനാണ് അവർ കൊണ്ടെടുക്കുന്നത്. എന്നാലോ ഏറ്റവും മോശപ്പെട്ട വർത്താനേ പറയുള്ളൂ. 4 കാലും വാലും ഒക്കെ ഉള്ള സാധനത്തിന്റെ പേരേ പറയുള്ളൂ. എന്റെ കാര്യം, മോശപ്പെട്ട വർത്തമാനം പറഞ്ഞാൽ സംസാരത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ലൈസൽ മുഅ്മിന ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിശി വലൽ ബദി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യൻ കുത്തുവാക്ക് പറയില്ല. മുഅ്മിനായ മനുഷ്യൻ കുത്തുവാക്ക് പറയില്ല. മറന്റെ അപ്പുറത്തുള്ളവരോടാണ്. മുഅ്മിനായ മനുഷ്യൻ എന്ത് പറയില്ല? കുത്തുവാക്ക് പറയില്ല. ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി. മുഅ്മിനായ മനുഷ്യൻ ശപിക്കൂല. കണ്ടാ കാലച്ച് നേരാവൂല എന്ന് ആര് പറയില്ല? മുഅ്മിന് പറയണ വർത്താനല്ല. വലൽ ഫാഹിശി വലൽ ബദി. മോശം പ്രവർത്തിക്കുകയില്ല. അവൻ മോശപ്പെട്ട വർത്തമാനം പറയുകയില്ല. മോശപ്പെട്ട വർത്തമാനം പറഞ്ഞാൽ ആള് മോശക്കാരനാവും. നല്ല വർത്തമാനം പറഞ്ഞാലേ ആള് നല്ലവനാവുള്ളൂ. അപ്പൊ സംസാരത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത് നല്ല സംസാരം നടത്തലാണ്. മോശപ്പെട്ട സംസാരം നടത്താൻ പാടില്ല. തമാശയാകാം, പക്ഷെ തമാശ മാത്രമാകരുത്. തമാശ പറ്റും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങളുടെ ഹദറത്തിൽ ഒരു പെണ്ണ് വന്നു, ഒരു സഹോദരി, ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, തള്ളാരൊന്നും സ്വർഗത്തിൽ പോകില്ല. തള്ളാരൊന്നും സ്വർഗത്തിൽ പോകില്ലായിരുന്നു. അതിലാ പെണ്ണ ആകെ ബേജാറായി. നബി അപ്പൊ ഞാൻ എന്താ കട്ട് വെച്ചു? തള്ളാരായിങ്ങാണ്ട് പോകൂലെന്നാ ഞാൻ പറഞ്ഞത്, നല്ല ചെറുപ്പക്കാരികളായിട്ട് പോകും എന്ന് പറഞ്ഞു. മുസ്തഫ നബി ഞങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തമാശ മാത്രമായിരുന്നില്ല. ചില ആൾക്കാർ തമാശക്ക് മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നേരം വെളുത്താ തമാശ, വൈകുന്നേരം വരെ തമാശ പറയണം, കുഴപ്പമൊന്നുമില്ല. എന്നാ പറയേണ്ടവരോടൊട്ടും പറയില്ല. ഏറ്റവും കൂടുതൽ തമാശ പറയേണ്ടത് ആരോടാണ്? ഓൻ്റെ കെട്ടികളോട്. അത് മുമ്പിൽ കൊണ്ടുപോല. നാട്ടിൽ കൂടെ മൊത്തം നടന്ന് തമാശ അറിയും. കെട്ടികളോട് മുമ്പിലേക്ക് ഒരു തമാശയില്ല. തമാശ ഇല്ല എന്ന് മാത്രമല്ല, ഓൾ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ മോന്തമ്മക്ക് ഒരൊറ്റ ചാട്ടന് ചാട്ടം ചെയ്യും. ഒരാൾ തമാശ പറയേണ്ടത് അതാ അവിടെയാണല്ലോ, അത് ചെയ്യില്ല. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഒരാൾക്ക് തമാശ പറയാൻ പറ്റും. ഭാര്യയെ സന്തോഷിപ്പിക്കലാണ് സംസാരത്തിൽ ഏറ്റവും കൂടുതലായി വേണ്ടത്. അതുകൊണ്ട് സംസാരത്തിന്റെ ബറക്കത്ത് മോശം സംസാരങ്ങളെ കൊണ്ട് നഷ്ടപ്പെടും. ശാപം നടത്തിയാൽ ബറക്കത്ത് നഷ്ടപ്പെടും. സംസാരത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വളരെ വലിയ സൂക്ഷിക്കണം. ഒരു സാധനത്തെ ഇൻസൾട്ട് ചെയ്താൽ അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. ഒരു സാധനത്തെ നമ്മൾ ഇൻസൾട്ട് ചെയ്താൽ അതിന്റെ ബറക്കത്ത് പോകും. കുട്ടികളെ ഇൻസൾട്ട് ചെയ്താൽ കുട്ടികളിലെ ബറക്കത്ത് പോകും. നമുക്ക് നമ്മളെ കുട്ടിനോട് നല്ല ഇഷ്ടം തോന്നിയാൽ നമ്മൾ എന്ത് വിളിക്കും? ഇവിടെ പൊട്ട ഇവിടെ വന്നാന്ന് പറയും. അത് നമുക്ക് വലിയ ആളോട് പറഞ്ഞു നോക്കുക. വല്യാപ്പാനോട് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ഇവിടെ പൊട്ട വല്യാപ്പ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? വലിയവരോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം കുട്ടികളോടും പറയാൻ പാടില്ല. വലിയവരെ ഇൻസൾട്ട് ചെയ്യലാകുന്ന ഏതും കുട്ടികളെയും ഇൻസൾട്ട് ചെയ്യലാണ്. കുട്ടികളെ ഇൻസൾട്ട് ചെയ്താൽ, കുട്ടികളെ നിസ്സാരമാക്കിയാൽ കുട്ടികളിലെ ബറക്കത്ത് നഷ്ടപ്പെടും. കേരളത്തിലെ സയ്യിദന്മാർ അതിന് വലിയൊരു മാതൃകയാണ്. ചെറിയ തങ്ങളുട്ടി നിങ്ങളെന്ന് വിളിക്കുള്ളൂ.
ചെറിയ കുട്ടിനെ ഇങ്ങനെ വിളിക്കുള്ളൂ. നമുക്ക് ആ സംസ്കാരം തീരില്ല. ഭാര്യ ഭർത്താവിനെ നിങ്ങളെന്ന് വിളിക്കണം എന്ന് നമുക്ക് വാശിയാണ്. എന്നാലും ഭർത്താവ് ഭാര്യനെ നാവ് പേച്ചിട്ട് പോലും വിളിക്കൂല. ഇടക്ക് നാവ് എന്ത് വിഷയത്തിലുണ്ടാവില്ല, നാവ് പേര് അവൻ കൂടി ഉണ്ടാവില്ല. നേരിട്ട് വിളിക്കണില്ലെങ്കിൽ പോലും മറ്റൊരാളോട് പറയുമ്പോഴെങ്കിലും ബഹുമാനം പാലിക്കണമെന്നാണ്. വേറൊരാളോട് പറയുമ്പോഴാണെങ്കിലും ഓള് എന്ന് പറഞ്ഞതിന് പകരം അവര് എന്നോ ഓല് എന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ശീലം കൊണ്ടുവരണം. ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യില്ല. ഒരാൾക്ക് പണത്തെ ബഹുമാനമില്ലെങ്കിൽ അവന് ആ പൈസ ഉപകാരം ചെയ്യില്ല. വാപ്പാനെ ബഹുമാനമില്ലെങ്കിൽ വാപ്പാനെ കൊണ്ട് ജീവിതത്തിൽ കാര്യം ഉണ്ടാവില്ല. ഉമ്മാനെ ബഹുമാനമില്ലെങ്കിൽ ഉമ്മാനെ കൊണ്ട് ജീവിതത്തിൽ കാര്യം ഉണ്ടാവില്ല. പേനയെ ബഹുമാനമില്ലെങ്കിൽ പേന അവന്റെ ജീവിതത്തിൽ ഉപകാരം ചെയ്യില്ലെന്നാണ്. ഇൽമിന്റെ ഒന്നാമത്തെ വഴിയായി ഖുർആൻ പരിചയപ്പെടുത്തിയത് പേനയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. ഇൽമിന്റെ ഒന്നാമത്തെ വഴിയായി ഖുർആൻ പരിചയപ്പെടുത്തിയത് പേനയാണ്. അതുകൊണ്ട് പേനയെ ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ ഇൽമു വരില്ല. പേന താഴെ വീണാൽ അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം എന്ന് പറഞ്ഞുകൊണ്ട് വലത് കൈ കൊണ്ട് ഉടനെ എടുക്കണമെന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പേനയെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്തേ? അത് ഇൽമിന്റെ വഴിയാണ്. സ്കൂളിനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, മദ്രസയെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഇൻസൾട്ട് ചെയ്താൽ ബറക്കത്ത് നഷ്ടപ്പെടും. അധ്യാപകരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. സ്കൂളിൽ പോയിട്ട് കുട്ടി പെരയിൽ വന്നിട്ട് എഡ്മാഷയും മാഷന്മാരും പേര് പറയാണ്, കിച്ചണിലുള്ള സാധനങ്ങളെ പേര് മൊത്തം. അതായത് കേട്ട് വാപ്പിയും ഇങ്ങനെ ചിരിക്കുക. എന്നിട്ട് പിന്നെ ഓനെ എൻട്രൻസ് കിട്ടിയില്ല എന്ന് പരാതി. എങ്ങനെ കിട്ടാം? അധ്യാപകരെ ഇൻസൾട്ട് ചെയ്താൽ ഇൽമിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. പറഞ്ഞേ മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവൂല. അതെ, കുട്ടികള് സ്കൂളിൽ പോയി വന്നിട്ടേ ഹെഡ്മാഷ പേര് തക്കാളി, ടീച്ചറെ പേര് മത്തൻ, മാഷ പേര് വെണ്ടക്ക. അതിൽ നമ്മളെ കേട്ടുകാട്ട് ഇങ്ങനെ ചിരിച്ചിരുന്നാലേ ഓല് പിന്നെ IAS IPS എൻട്രൻസും മോലിയും ഹാഫിലും ആവൂല. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ അവനിൽ നിന്ന് പഠിച്ചത് ഉപകാരമില്ലാതെ പോകും. അവൻ പഠിപ്പിച്ചതിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അതിന് ഡ്രൈവിംഗ് പഠിപ്പിച്ച ആളെ ഇൻസൾട്ട് ചെയ്താലും ശരി, ആവശ്യ നേരത്ത് ബ്രേക്ക് ഔട്ടാൻ നടക്കും. ആ അടക്കണം അടിച്ചാല് അടിച്ചാൽ പോകും. എന്റെ കാര്യം, ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ അവനിൽ നിന്ന് പഠിച്ചതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ഏത് ഗുരുവിനെയാണെങ്കിലും, ഏത് അധ്യാപകനെയാണെങ്കിലും, ഏത് ഗുരുനാഥനെയാണെങ്കിലും. അതുകൊണ്ട് ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ നന്നായി സൂക്ഷിക്കണം. വീടിലെ ബറക്കത്ത്, വാഹനത്തിലെ ബറക്കത്ത് എല്ലാം സൂക്ഷിക്കണം. വണ്ടിയിൽ ചില വണ്ടി ഭയങ്കര ബറക്കത്തുള്ള വണ്ടി ഉണ്ടാവും, ചിലത് ബറക്കത്തില്ലാത്തതുണ്ടാവും, വേഗത്തിൽ ഒഴിവാക്കണം. ചില വീടുകളിൽ താമസിച്ചാൽ വലിയ ഐശ്വര്യം ഉണ്ടാവും, വലിയ ബറക്കത്തുള്ള വീടുണ്ടാവും. ചില നാടുണ്ടാവും അങ്ങനെ ബറക്കത്തുള്ള നാട്. ചില നാട്ടിൽ താമസിച്ചാൽ ബറക്കത്ത് പറയും. എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിനെയാണ് സൂക്ഷിക്കേണ്ടത്. ചില മരങ്ങളിൽ ബറക്കത്തുണ്ട്, ചില പഴങ്ങളിൽ ബറക്കത്തുണ്ട്, ചില ഭക്ഷണങ്ങളിൽ ബറക്കത്തുണ്ട്. സഹീന്റെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും. പള്ളി കമ്മിറ്റി തീരുമാനമെടുത്തത് മഹല്ലത്തിലെ എല്ലാ പേരും ചെലവ് വേണം, അല്ലെങ്കിൽ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുവരാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ചെലവ് കൊടുക്കുകയാണ് ചില ആൾക്കാർ. ഇനിയിപ്പോ പണ്ടാറക്കാൻ നാളെ പള്ളിക്കത്തെ മൂലയിലെ ചെലവാണ്. ഈ കമ്മറ്റിക്കാർക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല. വേണമെങ്കിൽ ആ ഹോട്ടലിലാണ് എഴുതി കൊടുക്കുക, അതൊന്നും പാട്ടം നോക്കാം, ഒന്നും ആവൂല. മരോളാണെങ്കിൽ ഇവിടെ ഇല്ലേ, ഈ രാവിലെ പറഞ്ഞാലുള്ള ഭക്ഷണം തിന്നാൽ യാതൊരു ബർക്കത്തും ഉണ്ടാവില്ല, ഗ്യാസാവും. നല്ല മനസ്സറിഞ്ഞ്, അതാണ് സഹീന്റെ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവും. ധർമ്മിഷ്ഠന്റെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കുഴിഞ്ഞോന്റെ ഇടങ്ങാറവന്റെ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം എപ്പോഴും ധർമ്മിഷ്ഠന്റെ മാത്രമാണ് കഴിക്കേണ്ടത്. സഹീന്റെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും, ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും. ഓനോടിഞ്ഞപ്പോ പറഞ്ഞില്ലെങ്കിൽ ആകെ മുസീബത്തേക്കാണ്. ഓനോടും കൂടി ഒന്നാട് പറയാന്ന് വിചാരിച്ചാണ് കല്യാണ വിഷയം പറഞ്ഞതാണെങ്കിൽ പോകരുത്.
അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ മുസീബത്താവും എഴുതിയിട്ട് പറഞ്ഞതാണെങ്കിൽ പോകണ്ട. എല്ലാവരും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണെങ്കിൽ പോകാവുന്നതാണ്. അതാണ് ധർമ്മിഷ്ഠൻ. ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിലാണ് ബറക്കത്തുണ്ടാവുക. അപ്പൊ അങ്ങനെ എല്ലാ വിഷയങ്ങളിലെയും ബറക്കത്തിനെ സൂക്ഷിക്കേണ്ട മാസമാണ് റജബ്. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നല്ലോണം ശ്രദ്ധിക്കുന്നതാണ്. വീട് അടിച്ചു വാരിയില്ലെങ്കിൽ ബറക്കത്തുണ്ടാവില്ല. മാറാല തട്ടിയില്ലെങ്കിൽ ബറക്കത്തുണ്ടാവില്ല. പഴയ കാലത്ത് മദ്രസകളിലൊക്കെ പഠിപ്പിച്ചിരുന്ന സലാഹുദ്ദീൻ എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടായിരുന്നു. പിന്നീട് ദർസുകളിലൊക്കെ ഉണ്ട്. സബഅത്ത് കുതുബിൽ സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനവറുകൾ ഉണ്ടാക്കിയതാണ്. ബൈത്ത് കിതാബാണ്. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അടിച്ചു കൂട്ടിയത് മൂലക്ക് കൂട്ടിവെക്കുക, അടിച്ചു വാരിയത് കൊണ്ടേയിടാതെ ഒരു മൂലക്ക് കൂട്ടിവെക്കുക, ബറക്കത്ത് നഷ്ടപ്പെടും. മാറാതെ തട്ടാതിരുന്നാല് വീടിലെ ബറക്കത്ത് നഷ്ടപ്പെടും. അടച്ചിട്ട വീടാണെങ്കിലും ഇടക്കൊന്ന് പോയിട്ട് മാറാതെ തട്ടി അടിച്ചു വരണം, അല്ലെ ബറക്കത്തില്ലാതെ. സാധുക്കളെ പരിഗണിക്കാത്ത സദ്യ ബറക്കത്ത് നഷ്ടപ്പെട്ട സദ്യക്കാരൻ. രണ്ട് പന്തലാണ്. ഒന്ന് VIP കളൊക്കെ വരുമ്പോ അപ്പുറത്തൊരു പന്തല്, അവിടെ കരിച്ചത് പൊരിച്ചതൊക്കെ ഉണ്ട്. ബിരിയാണി ഒന്നായിട്ട് എല്ലാവർക്കും ഒരു കൗന്തോട്ടത്തിലും. രണ്ട് പന്തല്, ഒരേ സദസ്സിൽ ഒരേ സദ്യയിൽ രണ്ടു തരം ഭക്ഷണം വിളമ്പുന്നു. ഒന്ന് ചിലവർക്ക് മറ്റൊന്ന് പറ്റാത്തതുകൊണ്ട് നാടൻ ചോറ് കൊടുത്തതാണെങ്കിൽ അതല്ല ഈ പറഞ്ഞ സാധനം കേട്ടോ. ബിരിയാണി പറ്റാത്തവർക്ക് നാടൻ ചോറ് അതല്ല ഈ പറഞ്ഞ സാധനം. പിന്നെ ഒരേ സദ്യയിൽ രണ്ടൈറ്റം ഭക്ഷണം. വന്ന ആൾക്കാർ രണ്ട് വിഭാഗമായി തിരിച്ചു. ഒന്നുള്ളവര് ഒന്നില്ലാത്തവര്. രണ്ടിനും ബറക്കത്തുണ്ടാവില്ല, രണ്ടും തിന്നാൻ പറ്റൂല. രണ്ടിനും ഉണ്ടാവില്ല, ബറക്കത്ത് നഷ്ടപ്പെടും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധരിച്ച വസ്ത്രം ശരീരത്തിൽ വെച്ച് തുന്നിയാൽ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. ധരിച്ച വസ്ത്രം ഇട്ട കുപ്പായത്തുമ്പോൾ കൊടുക്കുന്നില്ല. ഇനിയിപ്പോ തയ്ച്ചാനൊന്നും അവിടെ തുന്നിയാൽ ബറക്കത്ത് നഷ്ടപ്പെടും. രാത്രി കണ്ണാടിയിൽ നോക്കൽ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നാണ്. തുപ്പലം കൊണ്ട് കഴിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. നഖം കടിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. ഫിത്റത്തിൽപ്പെട്ട താടി വെട്ടാതിരിക്കുക, താടി മീശ വെട്ടാതിരിക്കുക, കക്ഷരോമവും ഗുഹ്യരോമവും വലിക്കാതിരിക്കുക, നഖം മുറിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ബറക്കത്ത് നഷ്ടപ്പെടും. പുതിയാപ്പുള വന്നിരുന്നപ്പം നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊറുക്കുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന സമയമുള്ള പുതിയാപ്പുള വരുമ്പോ. അത് സത്യം. പുതിയാപ്പുള വന്ന് ഇരിക്കുമ്പോ ആ വലിയ കൈ കൊടുക്കുമ്പോ നോക്കുമ്പോ ഭദ്രകാളിന്റെ മായിരുണ്ടോ അവന്റെ കയ്യുമ്പോ നഖം നീക്കുന്നുണ്ട്. അങ്ങനത്തോനെ ഞാൻ കണ്ടിട്ടുണ്ട്. നഖം മുറിച്ചില്ലെങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെടും. നഖം മുറിക്കാത്തവർക്ക് ദേഷ്യം ഉണ്ടാവാൻ കാരണമുണ്ട് എന്നാണ്. നഖം മുറിക്കാൻ മടിയുള്ള ആൾക്ക് അതൊരു അടയാളമാണ്. എല്ലാത്തിനും അടയാളം ഉണ്ടാവുന്നതാണ്. നഖം മുറിക്കാത്ത ആൾക്കാർ ഉമ്മയോട് ദേഷ്യപ്പെടാനുള്ള കാരണം ഉണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അവന് മുറിക്കാൻ നേരം കിട്ടാത്തത്. എല്ലാത്തിനും അടയാളങ്ങളുണ്ടാവും. ദുനിയാവിലെ ആഖിറത്തിലൊക്കെ അടയാളം ഉണ്ടാവും. നിക്കരിച്ചവർക്ക് അടയാളം ഉണ്ടാവും, നിക്കരിച്ചാത്തവർക്ക് അടയാളം ഉണ്ടാവും, മദ്യപാനികൾക്ക് അടയാളം ഉണ്ടാവും, ലഹരി ഉപയോഗിക്കുന്നവർക്ക് അടയാളം ഉണ്ടാവും. എല്ലാവർക്കും അടയാളം ഉണ്ടാവും. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. കണ്ണ് കൊണ്ടുപോയിട്ടുണ്ടാവും, കണ്ണിൽ ചുവപ്പ് കളർ കയറിയിട്ടുണ്ടാവും, ഉറക്കം കൂടുതലായിട്ടുണ്ടാവും, രാത്രി ഉറക്കം കുറവുണ്ടാവും, പകലുറക്കം കൂടുതലുണ്ടാവും, ഭക്ഷണം കുറഞ്ഞു വരും, തടി മെല്ലിച്ചു വരും, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും, 20 റുപ്യ 30 റുപ്യ 50 റുപ്യ കളവ് പോകും. ഇതൊക്കെ അതിലടയാളമാണ്. എല്ലാത്തിനും അടയാളമുണ്ട്. ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഖുറം മുഹജ്ജരീന മിൻ ആസാരിൽ വുളൂ എടുത്തു എന്നതിന്റെ അടയാളത്താൽ എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളില് മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് വിളിക്കപ്പെടുന്നതാണ്. ഒന്നുണ്ടാക്കുന്ന ആൾക്കാർ മഹ്ശറിൽ വരുമ്പോ മുഖവും കൈകാലുകളും വെളുത്തവർ പ്രകാശിക്കുന്നവരായി കാണപ്പെടുമെന്നാണ് അടയാളം ഉണ്ടാവും. നെറ്റത്തും കൈകാലിനൊക്കെ വലിയ പ്രകാശം ഉണ്ടാവും. പള്ളിക്ക് ബാങ്ക് കൊടുക്കുന്ന ആളെ മഹ്ശറിൽ വരുമ്പോ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇങ്ങനെ നിലനിൽക്കുമ്പോ കുറച്ച് തല ഉണ്ടാവും മേലേക്ക്. നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന ആളുകൾ, ബാങ്ക് വിളിക്കുന്ന ആളുകൾ, എല്ലാത്തിനും അടയാളുണ്ട്. മോശപ്പെട്ടതിന് അടയാളുണ്ട്. മദ്യപാനി മഹ്ശറിൽ വരുമ്പോ കഴുത്തിൽ ഒരു പാത്രം ഉണ്ടായിരിക്കുമെന്നും മദ്യം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം അവന്റെ കഴുത്തിൽ തൂക്കപ്പെടുമെന്നും
അതിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് അടിക്കുമെന്നും മദ്യപാനിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണം അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അവനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമെന്നുമാണ്. എല്ലാറ്റിനും അടയാളം ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും അടയാളം ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് ഈമാന്റെ അടയാളം ഉണ്ടാവും, കാഫിരീങ്ങൾക്ക് കുഫ്രിയത്തിന്റെ അടയാളം ഉണ്ടാകും, മുനാഫിഖീങ്ങൾക്ക് നിഫാഖിന്റെ അടയാളം ഉണ്ടായിരിക്കും, നിസ്കരിക്കുന്നവർക്ക് നിസ്കാരത്തിന്റെ അസർ എന്ന അടയാളം ഉണ്ടായിരിക്കും, നോമ്പുകാർക്ക് നോമ്പിന്റെ അടയാളം ഉണ്ടായിരിക്കും, ദുനിയാവിലുണ്ടാവും ആഖിറത്തിലുണ്ടാവും. അപ്പൊ നഖം മുറിക്കാൻ മടി ഉമ്മയോട് ദേഷ്യമുണ്ട് എന്നതിന്റെ അടയാളമാകുന്നു എന്നാണ് അത് പറഞ്ഞതാണ് ഞാൻ. ബർക്കത്ത് പറയും, അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നഖം മുറിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും വളരെയധികം സൂക്ഷിക്കണം. ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. ബർക്കത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. റജബിലെ ബർക്കത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന ബർക്കത്താണ്. റജബുൻ ശഹ്റുല്ലാഹ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. റജബിൽ അള്ളാഹിനെ മനസ്സിലാക്കണം. അള്ളാഹിനെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുക ഇല്ല. അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് കുറെ അബദ്ധം ഉണ്ടാവും. മനസ്സിലാകേണ്ട മാതിരി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു സ്നേഹത്തിന്റെ ഉടമയാണ്, ദേഷ്യത്തിന്റെ ഉടമയല്ല. അള്ളാഹുവിന്റെ റഹ്മത്താണ് ദേഷ്യത്തെക്കാൾ മുമ്പിലുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അയൽവക്കത്തെ പെരെ പോയിട്ട് വാതിലിന് മുട്ടിയ ഒരാളെന്ന് വിചാരിച്ചോ, രാത്രി ഒരു ദിവസം വാപ്പ പോയിട്ട് മദ്യം പറയും. അതിന്റെ കുട്ടി ആയിക്കൂടെ ഞാൻ നടന്നു പോയപ്പോ കൈക്ക് വീശപ്പോ തട്ടിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് മസലാത്താക്കി പോരും. രണ്ടാമത്തെ ദിവസം രാത്രി പോയിട്ട് വാതിലിന് മുട്ടി അയൽവക്കത്തെ പെരയില്. എന്നാ വാപ്പ പറയുന്നത് നിന്നെ കിട്ടൂല, ആരേശം നോക്കിക്കോ പറയും. എന്നാലും പിന്നെ അവസാനം ഓന്റെ കുട്ടീനല്ലേ പെരടിക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് രണ്ടാമതും പോയിട്ട് മദ്യം പറയും. മൂന്നാമതും അവൻ കൈ വീശപ്പോ തട്ടിന്ന് അയൽവക്കത്തെ പെരന്റെ വാതിലുമേ. എന്നാലും വാപ്പ പറഞ്ഞ് മേലാളി ഗേറ്റിൽ കടന്നിട്ടുണ്ടെങ്കിൽ കണ്ടാന്റെ കാല് ഞാൻ കുത്തി മുറിച്ചു, കള്ളുടിച്ചു, വ്യഭിചരിച്ചു, ചീട്ടടിച്ചു, ആൾക്കാരെ നടിയും കിട്ടി, നടുറോട്ടിലായി, ആർക്കും വേണ്ടാതെയായി. അള്ളാഹു അവനെ വിളിക്കുന്ന ഒരു വിളി ഖുർആനിലുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി എന്റെ അടിമയെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്ത് നടക്കുന്ന മനുഷ്യ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നീ ആശ മുറിയരുതേ. എന്ത് ഇന്നലെ പറയാൻ അള്ളാഹു ചോദിക്കൂല. പടച്ചോനെ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിപ്പോയി റബ്ബേ, ജിന്നെ നേരാക്കി തരണേ. ഇനി മേലാൽ ഞാൻ കുടിച്ചൂല, ഇനി മേലാൽ ഞാൻ കക്കൂല, ഇനി മേലാൽ ഞാൻ ആളെ പറ്റിക്കൂല എന്ന് തീരുമാനിച്ചാല് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് പറയാനില്ലേ എന്ന് അള്ള ചോദിക്കൂല. എൻ്റെ കുട്ടിയെ എനിക്ക് ഇന്നോടല്ലാതെ ആരോടാ പറയാനുള്ളത്, ഇത് ഇന്നോട് പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് പുറത്തു വന്നു എന്ന് പറയുന്നവനാണ് അല്ലാഹു. മാലം യുവർ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോൻ ഒരിക്കലും ഇന്നലെ പറയാനത് എന്ന് ചോദിക്കൂല. അള്ളാഹുവിനോട് പറയാൻ നമ്മൾ തയ്യാറായ മതി. പടച്ചോൻ എൻ്റെ അടുത്ത് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് റബ്ബേ, ജിന്ന നേരാക്കി. ഒരു മനുഷ്യന് നേരാവാൻ ആകെ വേണ്ടത് ഒരു സെക്കൻഡ് സമയമാണ്. ഒറ്റ സെക്കൻഡോട് സ്വാലിഹാകാൻ പറ്റും. മരിക്കണ നേരത്തെ മനുഷ്യൻ ചോദിക്കും, പടച്ചോനെ റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരു സെക്കൻഡ് തരുമോ, ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം, ഞാൻ സ്വാലിഹായിക്കൊള്ളാം. സ്വാലിഹാകാൻ എത്ര സമയം വേണ്ടത്? ഒരു സെക്കൻഡാ ചോദിക്കാൻ മരിക്കുമ്പോ സ്വാലിഹാവാനേ. സ്വാലിഹാവാൻ എത്ര സമയം മതി? ഒറ്റ സെക്കൻഡ്. അതൊരു തീരുമാനമാണ്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാളെ തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ ജീവിതം മാറും. ഒരു മനുഷ്യന്റെ ജീവിതം മാറി എന്നതിന്റെ അടയാളം അവന്റെ വർത്തനം നേരാവരാണ്. ഒരാളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ അടയാളം സംസാരം നന്നാവരാകുന്നു. ഒരാളുടെ ജീവിതം സ്വാലിഹാണ് എന്നതിന്റെ അടയാളം വർത്തനം നേരാവരാണ്.
ഒരാൾക്ക് സ്വാലിഹാകാനാകെ വേണ്ടത് 1 സെക്കൻഡ് സമയമാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് റൂഹ് തൊണ്ടക്കുഴിക്ക് എത്തണം എന്ന് മാത്രം. അപ്പോഴാണ് നമുക്ക് 1 സെക്കൻഡ് ചോദിക്കാൻ തോന്നുള്ളൂ, അതിൻ്റെ മുമ്പ് ചോദിക്കാൻ തോന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുട്ടികൾ, യുവ, ചെറുപ്പക്കാർ, സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവരും ഒരു തീരുമാനം എടുക്കണം. നന്നാവാൻ 1 സെക്കൻഡ് മതി, അതൊരു തീരുമാനമാണ്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ ആ സെക്കൻഡിൽ ജീവിതം മാറും. ഒരു മനുഷ്യനെ ശൈത്താൻ സ്വീപ്പാക്കുമ്പോൾ ആദ്യം സ്വീപ്പാക്കുവാൻ്റെ നാവും വേണം. പിശാചിന് ആദ്യമായി പറ്റിയ അബദ്ധം നാവ് കൊണ്ടാണ്. മണ്ണ് കൊണ്ട് വളച്ച ആദമിനെ തീ കൊണ്ട് വളച്ച ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന് ചോദിച്ചു. ആദ്യം പേച്ചത് നാവാണ് പേച്ചാൽ ബാക്കി എല്ലാം പേക്കും. വർത്താനം പറയാൻ വലിയ വിവരമൊന്നും വേണ്ട, ഉണ്ടാതിരിക്കാൻ ഭയങ്കര വിവരം വേണം. വർത്താനം പറയാൻ വലിയ വിവരം വേണ്ട, തൊള്ളക്കൂടി വരുന്നതൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. ഒന്നുകിൽ ചായ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മുടി വെട്ടാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മീൻ പിടിച്ചാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി. ഇതൊക്കെ വർത്താനം പറയാനുള്ള യോഗ്യതകളാണ്. പീഡിക്കാൻ ചെല്ലന്നെ സിബിക്കാരൻ കഴിഞ്ഞിട്ട് പീഡിക്കാൻ ചെന്നുങ്ങാണ്ട് കാൽച്ചായും പുട്ടും കഷ്ണവും ഓർഡർ ചെയ്തിട്ട് 8 മണി വരെ സത്യം പറയാം. നുണല്ല, സത്യം 8 മണി വരെ സത്യം മാത്രം. എന്നിട്ട് പിന്നെ പോയ പെരേക്ക് അസറിക്കാരൻ കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങാം. കാൽച്ചായും പരിപ്പടി ഓർഡർ ചെയ്തുങ്ങാണ്ട് മകരിക്ക് മൈക്കമ്മ മുട്ടോളം സത്യം പറയാം. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും അവനറിയാം. വലിയ വലിയ ഫത്വകൾ, വലിയ വലിയ തീരുമാനങ്ങളൊക്കെ പറയുന്ന മൂപ്പര്. എന്താ യോഗ്യത? ചായ ഉണ്ടാക്കാൻ അറിയാം, മീൻ പിടിച്ചാൻ അറിയാം, വല നേരാക്കാൻ അറിയാം, മുടി വെട്ടാൻ അറിയാം. അവന് വിചാരം എല്ലാ വിവരവും അവനുണ്ട് എന്നാണ്. ലോകത്തെ ശരാശരിയെ നമ്മൾ പരിശോധിച്ചാൽ 100 ആളെടുത്താൽ 20 ആളുകൾക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ളവർ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ്. 80 ആൾക്കാരും ആരെങ്കിലും പറഞ്ഞ അഭിപ്രായം കേൾക്കാൻ മാത്രം യോഗ്യതയുള്ളവരായിരിക്കും. അതാണ് ശരാശരി. ഇന്ന് നമുക്കില്ലാത്ത അഭിപ്രായങ്ങളില്ല. വർത്താനം പറയാൻ വലിയ വിവരം വേണ്ട, ഉണ്ടാതിരിക്കാൻ വലിയ വിവരം വേണം. ഉണ്ടായിരിക്കാനാണ് വലിയ വിവരം വേണ്ടത്. ഒരു മനുഷ്യൻ നന്നാകുന്നു എന്നതിന്റെ അടയാളം തൊള്ളേത്ത നാവ് അടങ്ങിയിരിക്കലാകുന്നു. കണ്ണ് 2 എണ്ണ, മൂക്ക് 2 എണ്ണ, കൈ 2 എണ്ണ, കാല് 2 എണ്ണ, ചെവി 2 എണ്ണാണ്. 2 എണ്ണ ഇല്ലാത്ത 2 സാധനമാണ്. ഒന്ന് താടിയെല്ലുകൾക്കിടയിലുള്ള നാവ്, 2 തുടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗികാവയവം. മൻ യദമനുനി മാ ബൈന ലഹി മാ ബൈന ലിഹിയൈ വമാ ബൈന ഫഖദൈ അദമനു ലഹുൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. 2 തുടയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും 2 താടിയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിന്റെ കാര്യത്തിലും ആരെങ്കിലും എനിക്ക് ജാമ്യം തരികയാണെങ്കിൽ അവന് സ്വർഗം വാങ്ങി കൊടുക്കാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവൻ ശുജായിയാണ്. നമ്മൾ പറയല്ലോ അവൻ ആളൊരു ശുജായിയാണെന്ന് പറയും. ആരാ ശുജായി? തൊള്ളേത്ത നാവ് അടങ്ങിയിരിക്കുന്നവൻ, കാലിന്റെ ഇടയിലുള്ള ലൈംഗികാവയവൻ അടങ്ങിയിരിക്കുന്നവൻ, അവനാണ് ശുജായി. ആരെ മുമ്പിലും എഴുന്നേറ്റെന്ന് വർത്താനം പറയാൻ പറ്റും. കാലിന്റെ ഇടയിലുള്ള ലൈംഗികാവയവും തൊള്ളേത്ത നാവും അടങ്ങിയിരിക്കുകയാണെങ്കിൽ ആരെ മുമ്പിലും നീച്ചെന്ന് ചുളിയെന്ന് വർത്താനം പറയാം. ഓനാണ് ശുചായി. അതുകൊണ്ട് ശുചായിമാരാവാൻ പരിശ്രമിക്കണം നമ്മൾ. ഒരു മനുഷ്യൻ നന്നാവുന്നു എന്നതിൻ്റെ അടയാളം തൊള്ളേത്ത നാവ് അടങ്ങിയിരിക്കലാകുന്നു. നന്നാവാന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാണ്. ഞാൻ ഒരു മാറ്റത്തിന് തീരുമാനമെടുത്തു എന്ന് ഒരാൾ കൽബോണ്ടാണ് തീരുമാനിച്ചാൽ ആ സെക്കൻഡിൽ അവന്റെ ജീവിതം മാറിയിട്ടുണ്ടാവും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള വിഷയങ്ങൾക്കാണ് ബറക്കത്ത് കൂടുതൽ ഉണ്ടായിരിക്കുക. നബി തങ്ങളുടെ ദുആ ബറക്കത്തുണ്ട്. ബറക്കത്തിന് വേണ്ടിയുള്ള ദുആയാണ് സുബ്ഹിയുടെ ഖുനൂത്ത് എന്ന് പറയുന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, സുബ്ഹി നിസ്കരിക്കണം, ഖുനൂത്ത് ഓതണം. ജീവിതത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഈമാന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നബി തങ്ങളോടുള്ള താല്പര്യമാണ്. കുഫ്ർ, ഫിസ്ഖ്, വിദഅത്ത്, യുക്തിവാദം, സർവമത സത്യവാദം തുടങ്ങിയ എല്ലാം പരിശോധിച്ചാൽ അതിലൊക്കെ ഉള്ളത്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ്. അതുകൊണ്ട് വിഷയങ്ങളിലൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടായിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.